ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, നെവിനൊക്കെ കൂടി ആതിരനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്താണ്, പെട്ടിയെടുത്ത് പോകാൻ വേണ്ടി നിന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നാണം കെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, പെട്ടിയെടുത്ത് ഇവൾക്കൊരു ഉമ്മയും കൊടുത്ത് പോകാൻ നിന്ന എന്നെ ഇപ്പം ഇവളും നിങ്ങളൊക്കെ എനിക്ക് ഉമ്മ തരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ പുറത്ത് നോക്കിക്കോ, ജോൺ ഹോനായിയുടെ പെട്ടിയെടുത്ത് പോകുന്ന സീനാ തല വെട്ടി എനിക്ക് വെട്ടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുറത്തൊക്കെ ഇപ്പോൾ നടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൂറ പറയുന്നുണ്ട്, നീ വെറുതെ ഓരോ ഹിൻറ്റ് കൊടുക്കണ്ട, അതൊക്കെ ആൾക്കാർ ചെയ്യും, വെറുതെ എന്തിനാ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനുമോളും നൂറയും ആതിരയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഈ സ്ത്രീ എന്നെ അമിത പ്രഷർ തരുന്നു എന്ന് നൂറയോട് ആതില പറയുകയാണ് അനുമോളെ കുറിച്ചിട്ട്. ഈ സ്ത്രീ എന്നെ അമിത പ്രഷർ തരുന്നു എനിക്ക്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതെ ക്യാപ്റ്റൻ, എനിക്ക് ഒറ്റയ്ക്ക് പണിയാൻ പറ്റില്ല, ഭയങ്കര മടിയാണ്, ഈ സ്ത്രീക്ക് ഭയങ്കര മടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്ന വരെ അവിടെ നിന്നോളൂ ആതില എന്ന് പറയുന്നുണ്ട്, ഒരു കോർഡിനേഷൻ വേണം നിങ്ങളുടെ വർക്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആതിര ചോദിക്കുന്നത്, എന്നോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഈ സ്ത്രീയോട് പറയാൻ പറ്റില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആതിര പറയുന്നുണ്ട്, അനുമോളെ കണ്ടില്ലെങ്കിൽ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ കറിയിലെങ്ങാനും ഞാൻ കൊത്തി എറിഞ്ഞിട്ടെന്ന് നിങ്ങൾ കരുതിക്കോട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അഹങ്കാരം തലയ്ക്ക് പിടിച്ച സ്ത്രീയാണിത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആതിര പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നുണ്ട്. അത് സാബുമാനെയാണ് വിളിക്കുന്നത്, കിച്ചൺ ക്യാപ്റ്റൻ സാബുമാനാണ്. ക്യാപ്റ്റൻ, കിച്ചണിൽ വെച്ച് അന്യ സ്ത്രീകൾ എന്നെ ഹറാസ് ചെയ്യുന്നുണ്ട്, അത് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ സത്യസന്ധതയുള്ള സ്ത്രീയാണ്, ഈ സ്ത്രീ വളരെ കുരുട്ട് ബുദ്ധിയുള്ള സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ടിട്ട് പറയുന്നുണ്ട്, ആ സ്ത്രീയോട് മോശമായി പെരുമാറുന്നു, ഇതൊക്കെ ഒരു തമാശയ്ക്കാണ് കേട്ടോ, ഫോഴ്സ് ചെയ്യുന്നു, ജോലി എടുക്കാൻ ഫോഴ്സ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് പോയി ചോദിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, ഞാൻ പോയി ചോദിച്ചാൽ എന്നെ കടിച്ചു കയറാൻ വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, പോയി ചോദിച്ചു നോക്കുമെന്ന് പറയുന്നത്. ചോദിക്കാൻ ചെല്ലുമ്പോഴേക്കോ നമ്മുടെ അനുമോള് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും സാബുമോന്. അപ്പോൾ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ചോദിക്കാൻ പറ്റിട്ട് നിങ്ങളിവിടെ നിന്ന് ലിപ്സ്റ്റിക് ഇട്ട് കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണ്ടേ, സാബുമ്മൻ പറയാം, ഈ കളിക്ക് എന്നെ കയ്യിലെടുക്കാൻ നന്നായിട്ട് അറിയാം, ഞാൻ വരുമ്പോഴേക്കും എന്നെ കയ്യിലെടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചൊറിയാൻ വന്നതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ചൊറിയാൻ വന്നതാണോ, അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇവർ നൂറ പറയുന്നുണ്ട്, ആദിലും അനുമോളും രണ്ടുപേരും പഠിച്ച കള്ളികളാണെന്ന് പറയുന്നുണ്ട്. സാബുമ്മൻ പറയാം, ശരിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയാം, ഈ നൂറ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അത് ഞങ്ങളെക്കാളും അതിലപ്പുറം പഠിച്ച കള്ളിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ചെറിയൊരു തമാശകൾ മാത്രമാണ് ഇപ്പോൾ ഈ വീക്കിൽ നടക്കുള്ളൂ എന്നൊക്കെ തോന്നുന്നത്.